والنفس كالطفل إن تهمله شب على حب الرضاع وإن تفتمه ينفطم. والنفس മനുഷ്യാത്മാവ് കത്ത്ഫിലി ശിശുവിനെ പോലെയാണ്. ഇൻ തുഹ്മിൽഹു ആ ശിശുവിനെ മുലകൂടി നിർത്താതെ വിട്ടാൽ ശബ്ബ വളർന്നു വരുന്നതാണ്. അലാ ഹുബ്ബിർ റളായി മുലകുടിക്കാനുള്ള താൽപര്യത്തോടുകൂടെ, അതിൻ്റെ ആർത്തിയോടുകൂടെ. വഇൻ തഫ്തിമുഹു ഇനി ആ കുട്ടിയെ മുലകുടി ശീലത്തിൽ നിന്ന് നീ തടഞ്ഞു നിർത്തിയാൽ യംഫത്തിമി അതിൻ്റെ മുലകുടി നിൽക്കുന്നതാണ്, അത് മുറിഞ്ഞു പോവുകയും ചെയ്യും. നഫ്സ് ആത്മാവ് മനുഷ്യന്റെ ശരീരം പടക്കപ്പെടുന്നതിൻ്റെ വർഷങ്ങൾക്ക് മുമ്പ് ആത്മാവ് പടക്കപ്പെട്ടിട്ടുണ്ട്. റൂഹ് എന്നായിരുന്നു ആ സമയത്ത് അതിന് പറഞ്ഞിരുന്ന പേര്. റൂഹ് തന്നെയാണ് നഫ്സ്, പക്ഷേ ബോഡിയിൽ പ്രവേശിക്കപ്പെട്ട ശേഷം ഇത് പൊതുവായ പ്രയോഗമാണ്. ബോഡിയിലേക്ക് നഫ്സ് വരും മുമ്പ് അള്ളാഹുവിൻ്റെ സാന്നിധ്യത്തിൽ ആയതുകൊണ്ട് ജാജ്വല്യമായിരുന്നു. ബോഡിയിൽ പ്രവേശിച്ച ശേഷം അത് നഷ്ടപ്പെട്ടു. അപ്പോൾ ഉത്ബോധകർ ആവശ്യമായിട്ട് വരികയും ചെയ്തു. ആ നഫ്സിനെ ഇമാം ബൂസൂരി വിവരിക്കുന്നത് ശിശുവിനോടാണ്. തിഫ്ല് ശിശു 2 വയസ്സായ മുലകുടി നിർത്തണം. നിർത്തിയില്ലെങ്കിൽ കുട്ടി സ്വയം അതിൽ നിന്ന് പിന്മാറുമെന്ന് ആരും ധരിക്കേണ്ടതില്ല. കൂടുതൽ കൂടുതൽ മുല കുടിക്കാനുള്ള താല്പര്യത്തോടെ അത് വളർന്നു വരിക മാത്രമേ ചെയ്യുകയുള്ളൂ. പിന്നീട് മുലകുടി നിർത്താൻ പ്രയാസപ്പെടേണ്ടി വരും. ഇതുപോലെയാണ് മനുഷ്യന്റെ ആത്മാവ്. തെറ്റുകൾ ചെയ്താൽ ഒരു മടുപ്പ് വന്ന് പിന്മാറുമെന്നാരും വിചാരിക്കേണ്ടതില്ല. കൂടുതൽ തെറ്റുകൾ ചെയ്യാനുള്ള താല്പര്യം ഉണ്ടായിത്തീരുക മാത്രമേ ചെയ്യുകയുള്ളൂ. കുട്ടിയെ 2 വയസ്സാകുമ്പോഴോ അതിന് മുന്നെയോ മുലകുടി നിർത്തിയാൽ അപ്പോൾ ലേശം പ്രയാസപ്പെടേണ്ടി വരും. എന്നാലും പിന്നെ കുട്ടി അത് മറന്നുപോകും. അതുകൊണ്ട് താല്പര്യം വരില്ല. ഇതുപോലെ തെറ്റിനോട് താല്പര്യം വരുമ്പോൾ അതിൽ നിന്നും തടഞ്ഞു നിർത്തി ആത്മാവിനെ പിൻവലിച്ചാൽ ആ സമയത്ത് പ്രയാസപ്പെടേണ്ടി വരും. ചില ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും. എന്നാലും തെറ്റുകൾ അത് മറന്നുപോകും. അതുകൊണ്ട് തെറ്റുകൾ ചെയ്തുകൊണ്ട് മനുഷ്യാത്മാവിന് മടുപ്പ് വരും എന്നാരും പ്രതീക്ഷിക്കേണ്ടതില്ല. ആ മനുഷ്യന്റെ ആത്മാവിനെ കടിഞ്ഞാനിട്ട് നിർത്തേണ്ടതാണ്. റളാഅ് റിളാഅ് രണ്ടും പറയും. മുലകുടി. തഫ്തിംഹു ഫതമ മുലകുടി മുറിച്ചു. ഇംഫതമ മുലകുടി മുറിഞ്ഞു. ഇംഫതമ യംഫതിമു. വന്നഫ്സു കത്ത്ഫിൽ ഇൻ തുഹ്മിൽഹു ശബ്ബ അലാ ഹുബ്ബിർ റളാഇ മനുഷ്യന്റെ ആത്മാവ് ശിശുവിനെ പോലെയാണ്. ആ ശിശുവിനെ മുലകുടി നിർത്താതെ വിട്ടാൽ മുലകുടിക്കാനുള്ള താല്പര്യത്തോടെ അത് വളർന്നു വരും. വൈൻ തഫ്തിംഹു യംഫതിമി കുട്ടിയുടെ മുലകുടി നീ നിർത്തിയാൽ അത് നിന്നു പോവുകയും ചെയ്യും. വന്നഫ്സു കത്ത്ഫിൽ ഇൻ തുഹ്മിൽഹു ശബ്ബ അലാ ഹുബ്ബിർ റളാഇ വഇൻ തഫ്തിംഹു യൻഫതിമി അതുകൊണ്ട് ചെയ്യേണ്ടതെന്താ? ഫസ്രിഫ് ഹവാഹ വഹാദിർ അൻ തുവല്ലിയഹു ഇന്നൽ ഹവാ മാ തവല്ല യുസ്മി ഔ യസ്മി. ഫസ്രിഫ് നീ തിരിച്ചുവിടുക, തടഞ്ഞു നിർത്തുക. ഹവാഹ ആ നഫ്സിന്റെ ഹവയെ, ഇച്ഛയെ, തോന്നലുകളെ, ആഗ്രഹങ്ങളെ. വഹാദിർ നീ സൂക്ഷിക്കുക. അൻ തുവല്ലിയഹു ആ ഹവക്ക് അധികാരം നൽകുന്നതിനെ നീ സൂക്ഷിക്കണം. ഒരിക്കലും നിന്റെ മേൽ അധികാരിയായിട്ട് നിന്റെ ആത്മാവിന്റെ ഹവ, ഇച്ഛ വരാൻ പാടില്ല. വന്നാൽ ഇന്നൽ ഹവ ആ ആത്മാവിന്റെ ഹവ, ഇച്ഛ മാ തവല്ല അത് അധികാരിയാകുന്ന സമയത്ത്, മാ വേറെയാണ്, തവല്ല വേറെയാണ്. മാ തുവുല്ലിയ എന്നുമുണ്ട്. അധികാരം നൽകപ്പെടുന്ന സമയത്ത് യുസ്മി അത് കൊന്നുകളയും. ഔ യസ്മി അല്ലെങ്കിൽ അപമാനിക്കുന്നതാണ്. യുസ്മി, അസ്മ, യുസ്മി 2 വാക്കിലും സ്വാദാണ്. യുസ്മി, യസ്മി. യുസ്മി എന്ന് പറഞ്ഞാൽ
കൊന്നുകളയുക. അസ്മ യുസ്മി, വേട്ട ചെയ്ത് ജീവിയെ കൊല്ലുമ്പോൾ അസ്മ എന്ന് പറയും. ഇതുപോലെ മനുഷ്യന്റെ ആത്മാവ്, ആ ആത്മാവിന്റെ ഇച്ഛകൾക്ക് ആധിപത്യം നൽകിയാൽ മനുഷ്യനെ വേട്ടയാടിക്കൊണ്ടത് കൊന്നുകളയും. യുസ്മി അല്ലെങ്കിൽ ഔ യസിമി, വസമ യസിമു, അത് മനുഷ്യനെ അപമാനിക്കുന്നതാണ്. രണ്ടായിരുന്നാലും മനുഷ്യനത് ഗുണം ചെയ്യുന്നതല്ല, ദോഷമേ ചെയ്യുകയുള്ളൂ. അതുകൊണ്ട് അതിന്റെ ആഗ്രഹങ്ങളെ നീ ശക്തമായി നിയന്ത്രിച്ചു നിർത്തിക്കോ. ഫസ്രിഫ് ഹവാഹ, ആ നഫ്സിന്റെ ആഗ്രഹത്തെ, ഇച്ഛയെ നീ നിയന്ത്രിച്ചു നിർത്തിക്കോ, തടഞ്ഞു നിർത്തിക്കോ, തിരിച്ചുവിട്ടോ. വഹാദിറൻ തുവല്യഹു, അതിന് അധികാരം നൽകുന്നതിനെ നീ സൂക്ഷിച്ചോ. ഇന്നൽ ഹവാ മാ തവല്ല, ആ ഇച്ഛക്ക് അധികാരിയായിട്ട് വരുമ്പോൾ ഇച്ഛ യുസ്മി, മനുഷ്യനെ കൊന്നുകളയും. ഔ യസ്മി, അതല്ലെങ്കിൽ മനുഷ്യനെ അപമാനിച്ചു കളയും. ഇന്നൽ ഹവാ മാ തുവുല്ലി യുസ്മി ഔ യസ്മി, തുവുല്ലി അങ്ങനെയും റിപ്പോർട്ടുണ്ട്. അതിന് അധികാരം നൽകപ്പെടുമ്പോൾ മനുഷ്യന്റെ ഇച്ഛ എന്ന് പറയുന്നത് ഖുർആൻ അതിനെ ഉപയോഗിച്ചത് ഇലാഹായിട്ടാണ്. അഫർ ആയത്ത മനിത്തഹദ ഇലാഹു ഹവാഹു, ഇലാഹായിട്ട് ഇച്ഛയെ കൊണ്ട് നടക്കുന്നതിനെ പറ്റി നിങ്ങൾ എന്തു പറയുന്നു? അള്ളാഹു ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഒരു ആരാധ്യനെ പോലെ മനുഷ്യൻ തോന്നുന്നതൊക്കെ ചെയ്യുക, എന്ത് വിചാരിക്കുന്നു, എന്താഗ്രഹിക്കുന്നു അതിനടിമപ്പെട്ടുകൊണ്ട് ജീവിക്കുക, തോന്നിവാസിയായി ജീവിക്കുക. ഇത് മനുഷ്യനെ കുളം തോണ്ടും ആഖിറത്തിലും ദുനിയാവിലും. മനുഷ്യന്റെ അത്തരത്തിലുള്ള ആഗ്രഹങ്ങൾക്ക് കടിഞ്ഞാനിട്ടുകൊണ്ട് ബുദ്ധിപരമായി അള്ളാഹുലേക്ക് അടുക്കാൻ വേണ്ടിയാണ് ശ്രമിക്കേണ്ടത്. ഫസ്രിഫ് ഹവാഹ വഹാദിർ അൻ തുവല്ലിയഹു ഇന്നൽ ഹവാ മാ തവല്ല യുസ്മി ഔ യസ്മി വറാഇഹാ വഹിയ ഫിൽ അഅമാലി സായിമത്തുൻ വഇൻ ഹിയ ഇസ്തഹ്ലത്തിൽ മർആ ഫലാ തുസ്മി. വറാഇഹ, ആ നഫ്സിനെ നീ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം. വഹിയ, ആ നഫ്സ്, ഫിൽ അഅമാലി, സൽക്കർമ്മങ്ങളിൽ, സായിമത്തുൻ, മേയുന്നതാണ്. ആ സമയത്ത് പോലും, സൽക്കർമ്മങ്ങളിൽ നിരതമാകുന്ന സമയത്ത് പോലും ആ നഫ്സിനെ നീ നിയന്ത്രിച്ചുകൊണ്ടിരിക്കണം. വഇൻ ഹിയ, ആ നഫ്സ് ഇസ്തഹലത്, മധുരമായി എത്തിച്ചാൽ, അനുഭവപ്പെട്ടാൽ, അൽ മർഅ, മേച്ചിൽ പുറം മധുരമുള്ളതായിട്ട് അതിന് അനുഭവപ്പെട്ടു കഴിഞ്ഞാൽ, ഫലാ തുസിമി, പിന്നെ നീ മേയ്ക്കരുത്, നിർത്തേണ്ടതാണ്. ഒരു ജീവിയെ മേയ്ക്കുന്ന മനുഷ്യൻ കയറിട്ട് സൂക്ഷിച്ചുകൊണ്ട് അതിന്റെ പിന്നാലെ നടന്നില്ലെങ്കിൽ മറുകണ്ടം ചാടി മറ്റുള്ളവരുടെ സാധനം നശിപ്പിക്കും. ഇതുപോലെ നഫ്സ് സൽക്കർമ്മങ്ങളിൽ മേഞ്ഞു നടക്കുമ്പോൾ പോലും നാം അതിനെ കടിഞ്ഞാണിലൂടെ നിയന്ത്രിച്ചു നടന്നിട്ടില്ലായിരുന്നുവെങ്കിൽ, നടക്കുന്നില്ലെങ്കിൽ അത് നമ്മെ തെറ്റിച്ചു കളയും. അഥവാ മനുഷ്യനത് പയ്യെ പയ്യെ പതുക്കെ അഹങ്കാരത്തിലേക്കും ഉജുബിലേക്കും കൊണ്ടെത്തിക്കും. സൽക്കർമ്മങ്ങളെ നശിപ്പിച്ചു കളയുന്ന രണ്ട് ദുർഗുണങ്ങളാണ് റിയായ്, ലോകമാന്യം. മറ്റൊന്ന് ഉജുബ്, അഹന്ത. കൂടുതൽ കാര്യം ചെയ്യുമ്പോൾ മനുഷ്യനെ അത് റിയായിലേക്ക് എത്തിക്കും, ഉജുബിലേക്കും എത്തിക്കും. ഇത് മനുഷ്യന്റെ നാശത്തിന് കാരണമായി തീരും. അവിടെ നിയന്ത്രിച്ചുകൊണ്ട് അതിനെ കൊണ്ടു നടന്നിട്ടില്ലെങ്കിൽ അത് ആപത്താണ്, ബുദ്ധിമുട്ടായി തീരും. അതാണ് ഇവിടെ പറയുന്നത്. വറാഇഹ വഹിയ ഫിൽ അഅമാലി സായിമത്തുൻ, സൽക്കർമ്മങ്ങളിൽ ആത്മാവ് മേഞ്ഞു നടക്കുമ്പോൾ പോലും നിയന്ത്രിച്ചുകൊണ്ടിരിക്കണം. വഇൻ ഹിയ ഇസ്തഹലത്തിൽ മർഅ, മർഅ എന്ന് പറഞ്ഞാൽ മേച്ചിൽ പുറം, ഇസ്തഹലത്ത് മധുരമായി അനുഭവപ്പെടുക. വഇൻ ഹിയ ഇസ്തഹലത്തിൽ മർഅ, മേച്ചിൽ പുറത്തെ അത് മധുരമുള്ളതായി എത്തിച്ചാൽ, ഫലാ തുസിമി, പിന്നീട് നീ അതിനെ മേച്ചു നടക്കരുത്, നിർത്തേണ്ടതാണ്. തെറ്റിലേക്ക് നയിക്കാതെ, അഹങ്കാരത്തിലേക്കും റിയായിലേക്കും ചെന്നെത്തിക്കാതെ നിയന്ത്രിക്കേണ്ടതാണ്. വറാഇഹ വഹിയ ഫിൽ അഅമാലി സായിമത്തുൻ വഇൻ ഹിയ ഇസ്തഹലത്തിൽ മർഅ ഫലാ തുസ്മി, സൽക്കർമ്മങ്ങളിൽ ആത്മാവ് മേഞ്ഞു നടക്കുമ്പോൾ പോലും നീ അതിനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം. മേച്ചിൽ പുറങ്ങളിൽ അതിന് മധുരം ലഭിച്ചു കഴിഞ്ഞാൽ പിന്നീട് മേയ്ക്കരുത്, നിർത്തിവെക്കേണ്ടതാണ്. വന്നഫ്സു കത്ത്ഫിൽ ഇൻ തുഹ്മിൽഹു ശബ്ബ അലാ ഹുബ്ബിർ റളാഇ വഇൻ തഫ്തിംഹു യൻഫതിമി ഫസ്രിഫ് ഹവാഹാ വഹാദിർ അൻ തുവല്ലിയഹു ഇന്നൽ ഹവാ മാ തവല്ലാ യുസ്മി ഔ യസ്മി വറാഇഹാ വഹിയ ഫിൽ അഅമാലി സായിമത്തുൻ വഇൻ ഹിയ ഇസ്തഹലത്തിൽ മർഅ ഫലാ തുസ്മി. ആത്മാവിനെ നിയന്ത്രിച്ച് വരുതിയിലാക്കി അള്ളാഹുവിന് പൊരുത്തം നേടാൻ നമുക്ക് അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ആമീൻ.
ആമീൻ.